അടുത്ത ടോപ്പിക്ക് സൈക്ലിക് ഗ്രൂപ്പ് എന്നുള്ള ടോപ്പിക്ക്. വാട്ട് ഈസ് സൈക്ലിക് ഗ്രൂപ്പ്? ഒരു ഗ്രൂപ്പ് G സ്റ്റാർ എന്നുള്ള ഒരു ഗ്രൂപ്പിനെ സൈക്ലിക് ഗ്രൂപ്പാന്ന് പറയണമെങ്കിൽ അതിനകത്ത് അറ്റ്ലീസ്റ്റ് ഒരു ജനറേറ്റർ എലമെൻ്റ് ഉണ്ടായിരിക്കണം. അതായത് ഒരു ജനറേറ്റർ എലമെൻ്റ് എങ്കിലും ഉണ്ടായിരിക്കണം ആ ഗ്രൂപ്പിൻ്റെ അകത്ത്. അപ്പോൾ എന്താണ് ജനറേറ്റർ എലമെൻറ്റ്? ജനറേറ്റർ എലമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഒരു എ എന്ന് പറഞ്ഞ എലമെൻറ്റിന് ജനറേറ്റർ എലമെൻ്റ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഓഫ് എ ഗ്രൂപ്പ് എന്തായിരിക്കണം? ആ ഗ്രൂപ്പിൻ്റെ അകത്തുള്ള ഓരോ എലമെൻറ്റും എക്സിന് എടുക്കുക, എക്സ് ബിലോങ്സ് ടു ജിക്കകത്തുള്ള ഓരോ എലമെൻറ്റിനെയും എടുക്കുമ്പോൾ ആ എക്സിനെ എനിക്ക് ഈ എടുക്കുന്ന ജനറേറ്റർ എലമെൻറ്റ് ഒരു എലമെൻറ്റിൻ്റെ എ എന്നുള്ള എലമെൻറ്റിൻ്റെ പവറായിട്ട് എഴുതാൻ പറ്റണം. അങ്ങനെയുള്ള എലമെൻറ്റിനെയാണ് ആ ഗ്രൂപ്പിൻ്റെ ജനറേറ്റർ എലമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അറ്റ്ലീസ്റ്റ് വൺ ജനറേറ്റർ എലമെൻ്റ് എങ്കിലും ഉണ്ടെങ്കിലാണ് ആ ഗ്രൂപ്പ് ഒരു സൈക്ലിക് ഗ്രൂപ്പ് ആവുന്നത്. അപ്പോൾ ഒരു ഗ്രൂപ്പിൻ്റെ അകത്ത് ഒന്നിൽ കൂടുതൽ ജനറേറ്റർ എലമെൻറ്റ്സോ ഉണ്ടാവാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കാം, G എന്നുള്ളൊരു സെറ്റ് -1 1 I -I ദെൻ G ഡോട്ട് ഇവിടെ മൾട്ടിപ്ലിക്കേഷനാണ്. ഇറ്റ് ഈസ് എ സൈക്ലിക് ഗ്രൂപ്പ്. കാരണം എന്താണെന്ന് നോക്കുക, ഇവിടുത്തെ ഞാൻ ഒരു എലമെൻറ്റ് I എന്നുള്ള എലമെൻറ്റ് എടുത്തു. ഇതിൻ്റെ അകത്ത് ഈ സെറ്റിൻ്റെ അകത്ത് തന്നെയുള്ള ഒരു എലമെൻറ്റാണ് I എന്നുള്ള എലമെൻറ്റ്. ഈ ഐനെ I⁻1 എത്രയാണ്? I. അപ്പോൾ എനിക്ക് ഇവിടുത്തെ I കിട്ടി. I² -1 അപ്പോൾ -1 കിട്ടി. I³ എന്ന് പറയുമ്പോൾ -I, എനിക്ക് -I കിട്ടി. I⁴ എന്ന് പറയുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? 1 കിട്ടും. അപ്പോൾ എനിക്ക് എന്ത് കിട്ടി? ഈ പറയുന്ന I എന്നുള്ളൊരു എലമെൻറ്റ് വെച്ചിട്ട് അതിൻ്റെ പവറായിട്ട് എഴുതി കഴിഞ്ഞ് ഓരോ നമ്പറിനെ എന്നുള്ള നമ്പറിനെ പവറായിട്ട് എഴുതി കഴിഞ്ഞ് പോസിറ്റീവ് ഇൻറ്റിജറിൻ്റെ പവർ കണ്ടപ്പോൾ എനിക്ക് എന്ത് കിട്ടി? ഈ പറയുന്ന സെറ്റിൻ്റെ അകത്തുള്ള ഓരോ എലമെൻറ്റ്സും കിട്ടി. അപ്പോൾ ഇവിടുത്തെ ഒരു ജനറേറ്റർ എലമെൻറ്റാണ് I. ആ സെയിം ഇതിൽ തന്നെ -Iയും ഇവിടുത്തെ ഒരു ജനറേറ്റർ എലമെൻറ്റാണ്. നോക്കാം, -I⁻1 -I -I² -I³ I -I⁴ 1. അപ്പം ഇവിടുത്തെ വേറൊരു ജനറേറ്റർ എലമെൻറ്റാണ് -I. അപ്പോൾ ഈ ഒരു കേസിൽ 2 ജനറേറ്റർ എലമെൻ്റ് ഉണ്ട്. എല്ലാ കേസിലും 2 എന്നൊന്നുമില്ല. ഒന്നിൽ കൂടുതൽ ജനറേറ്റർ എലമെൻറ്റോ ആ ഗ്രൂപ്പിൻ്റെ അകത്തുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സൈക്ലിക് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇനി ഓർഡർ ഓഫ് ആൻ എലമെൻറ്റ് എന്ന് പറയുമ്പോൾ ഒരു എലമെൻറ്റ് എ, ഓർഡർ ഓഫ് ആൻ എലമെൻറ്റ് എ, അതിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഓർഡർ ഓഫ് എ എന്ന്. എലമെൻറ്റ് എയുടെ ഓർഡറിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഓർഡർ ഓഫ് എ. ഇതിൻ്റെ അകത്ത് നമ്മൾ പറയുന്ന ഗ്രൂപ്പിൻ്റെ അകത്ത് എന്തായാലും ഒരു ഐഡൻറ്റിറ്റി എലമെൻ്റ് ഉണ്ടാവുമല്ലോ, ഇ. അതിനെ ഞാൻ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇ എന്നാണ്. അപ്പോൾ ഞാൻ എടുക്കുന്ന എലമെൻറ്റ് ഓർഡർ ഓഫ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എയുടെ കൂടെ എന്ത് നമ്പറിനെ പവർ ചെയ്യുമ്പോഴാണ് എനിക്ക് ഐഡൻറ്റിറ്റി എലമെൻറ്റ് കിട്ടുന്നത്, ആ എന്നിനെയാണ് ഓർഡർ ഓഫ് എ എന്ന് പറയുന്നത്. ഓർഡർ ഓഫ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിക്ക്, ഓർഡർ ഓഫ് ആൻ എലമെൻറ്റ് എ ഓഫ് എ ഗ്രൂപ്പ് G ഈസ് ദി സ്മോളസ്റ്റ് പോസിറ്റീവ് ഇൻറ്റിജർ n സച്ച് ദാറ്റ് A⁻n = E. അതിനെ ഡിനോട്ട് ചെയ്യുന്നത് ഓർഡർ ഓഫ് എ എന്നാണ്. ഇനി അങ്ങനെ ഒരു ഇൻറ്റിജർ എക്സിസ്റ്റ് ചെയ്യുന്നില്ലാത്ത കേസിൽ നമ്മൾ പറയും ആ G എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് ഓർഡറിലുള്ള ഒരു ഗ്രൂപ്പാണെന്ന് പറയും. ഇപ്പോൾ ഈ മുകളിൽ പറഞ്ഞ സെയിം എക്സാമ്പിൾ എടുക്കുകയാണ്. ഇതിൻ്റെ അകത്ത് ഇത് G* എന്നുള്ളൊരു ഗ്രൂപ്പാണ്. അപ്പം ഇതിൻ്റെ അകത്തുള്ള ഓരോ എലമെൻറ്റിനും ഓർഡർ ഐഡൻറ്റിഫൈ ചെയ്യുക. ഓർഡർ ഓഫ് -1 എത്ര വരും? -1ൻ്റെ സ്ക്വയർ കാണും. എപ്പോഴും നമ്മൾ പഠിച്ചിട്ടുണ്ട് മൾട്ടിപ്ലിക്കേഷൻ്റെ ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഈസ് എന്താണ്? 1 ആണ്. മൾട്ടിപ്ലിക്കേഷൻ്റെ ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഈസ് 1 ആണ്. അപ്പോൾ എനിക്കിവിടെ -1ൻ്റെ കൂടെ എന്ത് പവർ ചെയ്യുമ്പോഴാണ് 1 കിട്ടുന്നതെന്ന് നോക്കാം. -1ൻ്റെ സ്ക്വയറാണ് 1. അപ്പോൾ ഈ ഓർഡർ ഓഫ് -1 എന്ത് വരും? 2 വരും. ദെൻ ഓർഡർ ഓഫ് 1 എന്ത് വരും? 1 തന്നെ വരും. കാരണം 1⁻1 ആണ് 1. ദെൻ ഓർഡർ ഓഫ് I എന്ത് വരും? I⁻4 ആണ് 1. അപ്പോൾ എന്ത് വരും? ഓർഡർ ഓഫ് I ഈസ് 4. ഓർഡർ ഓഫ് -I എന്ത് വരും? 4 വരും. കാരണം -I⁻4 ആണ്